ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജിലെ ഫസ്റ്റത്തെ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്കസ് ദി ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ദിസ് പേപ്പർ, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലേണിംഗ് ഔട്ട്കംസ് കിട്ടും എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ലേണിംഗ് ഔട്ട്കം ആണ് ഗെറ്റ് അവയർനെസ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് കിട്ടും. പിന്നെ രണ്ടാമത്തത് വരുന്നത് ഫെമിലറൈസ് ദംസെൽവ്സ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് വ്യത്യസ്ത തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ളൊരു അറിവ് നമുക്ക് കിട്ടും. മൂന്നാമത്തെ ലേണിംഗ് ഔട്ട്കംസ് വരുന്നത് ക്രിട്ടിക്കലി തിങ്ക് അബൌട്ട് ദി പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് ക്രിട്ടിക്കലി തിങ്കിങ് നടത്താൻ പറ്റും. അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെസ്സേജസ് ആൻഡ് ദെയർ മീനിങ്സ്. അതായത് മെസ്സേജസും അതിൻ്റെ മീനിങ്സൊക്കെ വിശകലനം ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ. അതായത് ഹ്യൂമൻസ് എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിൽ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ 2 ടൈപ്സ് വരുന്നുണ്ട്. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷനും മറ്റൊന്ന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൊണ്ട് പറയുന്നത്, നോൺ വെർബൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷ ഉപയോഗിക്കാതെയാണ് നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. Communication, as we have experienced, is basically the process of sharing information. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഷെയറിങ് ഇൻഫർമേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കുണ്ടായത് ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അതായത് കമ്മ്യൂണിക്കെയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. കമ്മ്യൂണിക്കെയർ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ടു ഷെയർ, അതായത് പങ്കുവെക്കുക എന്നാണ് വരുന്നത്. ലാംഗ്വേജ് ഈസ് എ പ്രൈമറി ടൂൾ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ബട്ട് നോട്ട് ഓൾ കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിലേ ഓൺ ലാംഗ്വേജ്. അതായത് ലാംഗ്വേജ് ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു പ്രൈമറി ടൂൾ എന്ന് പറയുന്നത്. ബട്ട് നോട്ട് ഓൾ കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിലേ ഓൺ ലാംഗ്വേജ്. പക്ഷേ എല്ലാ കമ്മ്യൂണിക്കേഷനും ഈ ഒരു ലാംഗ്വേജിൻ്റെ ഒരു റിലേ അല്ല. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അനദർ വൺ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. Non-verbal communication is the exchange of information through non-linguistic means, and verbal communication is exchanging information using words. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഇൻഫർമേഷൻസാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ വെർബൽ എന്ന് പറഞ്ഞാൽ വാക്കുകൾ പറഞ്ഞു എന്ന് ഓർക്കുക, നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ വാക്കുകൾ പറഞ്ഞല്ല എന്നും ഓർക്കുക. അപ്പോൾ 2 തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. അതിൽ വെർബലുള്ള ടൂൾസാണ് ഈ വേർഡ്സ് എന്ന് പറയുന്നത്. അത് വേർഡ്സ് നമുക്ക് സ്പോക്കൺ ആയിട്ടും അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടും ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ വാക്കുകളായിട്ടാണ് പറഞ്ഞു തരുന്നതെങ്കിൽ അത് സ്പോക്കൺ ആയിട്ടും, അത് ടൈപ്പ് ചെയ്ത് എഴുതിയിട്ട് വിടുകയാണെങ്കിലോ അതിന് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്നും പറയും. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ലാംഗ്വേജ്. അതായത് ലാംഗ്വേജ് എന്ന് പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ലാംഗ്വേജ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ അവർ ഡെയിലി ലൈഫ്സ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഭാഷ എന്ന് പറയുന്നത്. ആസ് ചിൽഡ്രൻ വി ഫസ്റ്റ് ലേൺ ടു സ്പീക്ക് ആൻഡ് ദെൻ ടു റൈറ്റ്. അതായത് കുഞ്ഞു കുട്ടികളൊക്കെ ആദ്യം സംസാരിക്കാനാണ് പഠിക്കുക, പിന്നെയാണ് അവർ എഴുതാൻ പഠിക്കുന്നത്. Depending on our social surroundings, we communicate with ourselves, individuals around us, or amongst a group. നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ നമ്മൾ അവർസെൽസ് ആയിട്ട് തന്നെ കൂടിയിട്ട് ഇൻഡിവിജ്വൽസിനോടും അതുപോലെ തന്നെ അറൗണ്ട്സിനോടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ആൾസോ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുന്നത് ഒന്നെങ്കിൽ ഫോർമൽ ആവാം അല്ലെങ്കിൽ ഇൻഫോർമൽ ആവാം. ഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബഹുമാനിക്കുന്ന ആളുകളോട്, നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളോട് സംസാരിക്കുന്നതൊക്കെ ഫോർമലാണ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ കസിൻസിനോടൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഇൻഫോർമലാണ്. കോൺവെർസേഷൻ ഇൻ എ പിയർ ഗ്രൂപ്പ് ഈസ് ഇൻഫോർമൽ. അപ്പോൾ നമ്മുടെ സമപ്രായക്കാരോട് സംസാരിക്കുന്നതും ഇൻഫോർമലാണ്. വി യൂസ് കാഷ്വൽ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ആസ് ദർ വുഡ് ബി എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. These are expressed without any restraints. Communication in a classroom, in contrast, is formal. നമ്മൾ ക്ലാസ് മുറിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ ഫോർമലാണ്.
During a seminar or conference, we maintain a decorum of language and behavior. അതായത് ഇപ്പോൾ ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് ഹാളിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ നമ്മുടെ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ പോളിഷ് ആയിട്ടാവും. അതുപോലെ തന്നെ നല്ല ബിഹേവിയറും നല്ല രീതിയിലായിരിക്കും നമ്മൾ പെരുമാറുക. We can classify most forms of communication as either formal or informal. അപ്പോൾ നമ്മൾ കുറേ ഫോർമലിനും ഇൻഫോർമലിനും ഉദാഹരണങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഓഫീസിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഫോർമലായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ കസിൻസിനോടൊക്കെ സംസാരിക്കുന്നതും അതുപോലെ തന്നെ തമാശ പറയുന്നതൊക്കെ നമുക്ക് ഇൻഫോർമലായിട്ടാണ് പറയുന്നത്. വി വിൽ ഡിസ്കസ് ദി ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അറ്റ് ലെങ്ത് ഇൻ ദി നെക്സ്റ്റ് യൂണിറ്റ്. അപ്പോൾ അടുത്ത യൂണിറ്റ് നമ്മൾ ഫോർമലും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി അതിൻ്റെ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. On Monday, Gina is having a meeting at 9 a.m. in her office, so she has to leave early for the office. ജിനക്ക് രാവിലെ 9 മണിക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് നേരത്തെ ഓഫീസിൽ പോകണം. We can imagine the following communication to be taking place between Gina and her mother on Sunday. അപ്പോൾ നമുക്ക് ഊഹിക്കാം താഴെ പറയുന്ന ആശയവിനിമയങ്ങൾ. അപ്പോൾ തിങ്കളാഴ്ച പോണ സംഭവങ്ങളെക്കുറിച്ച് ജിനയും അവരുടെ അമ്മയും എന്താണ് സൺഡേ ഉണ്ടായ കമ്മ്യൂണിക്കേഷനിൽ പറയാണ്. ആ കമ്മ്യൂണിക്കേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ജിന, മോം, ഐ ഹാവ് എ മീറ്റിംഗ് ഇൻ ദി മോർണിംഗ്. അമ്മ, എനിക്ക് നാളെ രാവിലെ മീറ്റിംഗ് ഉണ്ടെന്ന് ജിന പറയാണ്. മോം, ഹോ ഓക്കെ, വെൻ വിൽ യു ലീവ് ഫോർ ഓഫീസ്? ഓക്കെ, ശരി, എപ്പോഴാണ് നീ ഓഫീസിൽ പോകുന്നത്? അപ്പോൾ ജിന പറയാണ്, അറ്റ് 8. ക്യാൻ യു പ്ലീസ് ഗിവ് മീ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7:30? അതായത് 8 മണിക്ക് അവൾ പോവും. അപ്പം 7:30 ആകുമ്പോൾ നീ ബ്രേക്ക്ഫാസ്റ്റ് തരുമോ എന്നാണ് ചോദിക്കുന്നത്. അമ്മ പറയാണ്, ഷുവർ, ഐ വിൽ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ യു. ഞാൻ ആ സമയമാകുമ്പോൾ നീ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് അമ്മ പറഞ്ഞു. ഹിയർ വി ക്യാൻ സീ 2 people, ജിന ആൻഡ് ഹെർ മദർ ഇൻ കോൺവെർസേഷൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 പേരുടെ സംഭാഷണമാണ് കേട്ടത്. ജിന ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഹെർ നീഡ്സ് ആൻഡ് ഇൻഫോമിങ് ഹെർ മദർ ദാറ്റ് ഷീ ഹാസ് ടു ലീവ് ഏർലി. അതായത് ഇവിടെ ജിനക്ക് നേരത്തെ പോവണം എന്നുള്ള കാര്യം അവരുടെ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ദേ കമ്മ്യൂണിക്കേറ്റഡ് ബൈ യൂസിങ് വേർഡ്സ്. അതായത് അവർ വാക്കുകളിലൂടെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദർ വുഡ് ഹാവ് ദി പോസിബിലിറ്റി ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിങ് ദി അബോവ് കോൺവെർസേഷൻ. അതായത് ഈ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുള്ള പോസിബിലിറ്റീസും ഈ ഒരു സംഭാഷണത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ജിനാസ് മോം വുഡ് ഹാവ് നോഡഡ് ഹെർ ഹെഡ് ഇൻ റെസ്പോൺസ് ടു ജിനാസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ജിനയും അവളുടെ അമ്മയും നേരത്തെ വാക്കുകൾ കൊണ്ടാണ് സംസാരിച്ചത്. അത് അവർക്ക് വെർബൽ കമ്മ്യൂണിക്കേഷനായിട്ട്, അതായത് അവർക്ക് ആക്ഷൻ കാണിച്ചിട്ടും അവർക്ക് സംസാരിക്കാമായിരുന്നു. അവളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് തല ആട്ടിയിട്ട്, നോഡഡ് ഹെർ ഹെഡ് എന്ന് പറഞ്ഞാൽ തലയാട്ടിയിട്ട് റെസ്പോൺസ് ചെയ്യാമായിരുന്നു. ആൻഡ് ജിന കുഡ് ഹാവ് ഇൻഡിക്കേറ്റഡ് ടുമോറോ ബൈ വേവിങ് ഹെർ ഹാൻഡ്സ് ഇൻ എ സെമി സർക്കിൾ. തിങ്കളാഴ്ച എന്നുള്ളത് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ടും അവർക്ക് സംസാരിക്കാം എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കീപ് വാച്ചിങ്. താങ്ക് യു ഓൾ.